ശ്രീ PC വിശ്വനാഥ്, ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശു വികസന മന്ത്രി. സർ, കേരളത്തിലെ അംഗനവാടി ജീവനക്കാരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളുമാണ് സർ സഭയുടെ ശ്രദ്ധയിലേക്ക് ഈ ശ്രദ്ധ ക്ഷണിക്കൽ കൂടി കൊണ്ടുവരുന്നത്. സർ, ഇതേ വിഷയം തന്നെ ഞാൻ 29/10/2021 ശ്രദ്ധ ക്ഷണിക്കലായി അവതരിപ്പിക്കേണ്ടായി. അന്ന് മറുപടി പറഞ്ഞുകൊണ്ട് അംഗനവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കും, 1000 രൂപ കണ്ട് വർദ്ധിപ്പിക്കുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി അന്ന് അതിന് മറുപടി പറഞ്ഞിരുന്നു. അതിപ്പോൾ എന്തായാലും 2 വർഷത്തിന് ശേഷം ഈ ഡിസംബറിൽ അവർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചതിനുള്ള സർക്കാർ തീരുമാനം വന്നു. സാർ 2000 രൂപയായിരുന്നത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്, ശ്രീ ഡോക്ടർ MK മുനീറും ഒക്കെ ആ മന്ത്രിസഭയുടെ സമയത്താണ് 10000 രൂപയായി വർദ്ധിപ്പിച്ചത്. പിന്നെ 2000 രൂപ കേന്ദ്ര സർക്കാരിൻ്റെയും കൂടെ കിട്ടി. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ അംഗനവാടി ജീവനക്കാരോട് ഒരു നീതിയൊന്നും കാണിക്കാറില്ല. അവരുടെ ഭാഗത്തുനിന്നും 2000 ഒന്ന് 12000 ആയിരുന്നു. പിന്നെ ഇത്രയും കാലം 8 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഇവർക്ക് 1000 രൂപ കൂടി കൂടുതൽ കിട്ടാൻ. സാർ, അംഗനവാടിക്കാർ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല സാർ പരിശോധിക്കേണ്ടത്, അംഗനവാടിക്കാർ എന്ത് ചെയ്യുന്നില്ല എന്ന് പരിശോധിച്ചാൽ മതി. സാർ, അവർ 9 മണിക്ക് അംഗനവാടി ചെല്ലണം, ചെന്നാൽ ഉടൻ തന്നെ ഫോട്ടോ എടുത്ത് സൂപ്പർവൈസർക്ക് അയച്ചു കൊടുക്കണം അവിടെ ചെന്നു എന്നുള്ളത്. അത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് അവർക്ക് പിന്നെ ഉച്ചഭക്ഷണം കൊടുക്കണം, അതും ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. പിന്നെ ക്ലാസ് എടുക്കുന്നത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കണം. പിന്നെ വൈകിട്ട് പോകുന്നതിന് മുമ്പ് ഇത് ഫോട്ടോ എടുക്കണം. സാധാരണ ജീവനക്കാർക്ക്, ഇപ്പോൾ ടീച്ചർമാർക്കൊക്കെ ആണെങ്കിൽ 4 മണിക്ക് വീട്ടിൽ പോകാം. ഇവർ ഈ 4 മണിക്ക് ശേഷം വീണ്ടും ഹൗസ് വിസിറ്റ് ഉണ്ട്. അപ്പോൾ ഹൗസ് വിസിറ്റിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് പിന്നെ ആ അംഗനവാടിയുടെ പരിധിയിലുള്ള വീടുകൾ സന്ദർശിക്കണം. അതുപോലെ അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ഗർഭിണികൾ, വൾനറബിൾ ഫാമിലി, അവിടെയെല്ലാമുള്ള സർവേ, ആ കാര്യങ്ങൾ എല്ലാം അവർക്ക് ചെയ്യണം. കമ്മ്യൂണിറ്റി ബേസ്ഡ് എഡ്യൂക്കേഷൻ CBEയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവർ പങ്കാളികളാകണം. അതുപോലെ തന്നെ ഒരുപാട് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, ആശ്വാസകിരണം, വിധവാ പെൻഷൻ, അഗതി പെൻഷൻ, വികലാംഗ പെൻഷൻ, ഇത് സംബന്ധിച്ചെല്ലാമുള്ള അന്വേഷണവും റിപ്പോർട്ടും എല്ലാം ഇവർ കൊടുക്കണം. ഗ്രാമസഭകളുടെ കാര്യങ്ങളിൽ സഹകരിക്കണം. അതുപോലെ തന്നെ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ പങ്കെടുക്കണം. ഇലക്ഷൻ ഡ്യൂട്ടിയിൽ പങ്കെടുത്തിട്ട് എന്നോടൊരു അംഗനവാടി ടീച്ചർ പറഞ്ഞത്, ഇലക്ഷൻ ഡ്യൂട്ടിയിൽ പങ്കെടുത്തതിൽ ഇവർക്ക് മാത്രമാണ് സാർ വേതനമില്ലാത്തത്, ബാക്കി എല്ലാ വിഭാഗത്തിനും വേതനം കിട്ടും. ഈ അംഗനവാടിക്കാർക്ക് മാത്രം ഇലക്ഷൻ ഡ്യൂട്ടിയിൽ പങ്കെടുത്താലും അവർക്ക് അതിനുള്ള വേതനം കിട്ടത്തില്ല. സാർ, ഓരോരോ തൊഴിലിങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് അവരോട് പിന്നെ സ്ത്രീകൾ ഗൃഹനാഥയായ കുടുംബാംഗങ്ങളുടെ ഒരു ലിസ്റ്റ് ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ചോദിച്ചു. അപ്പോൾ അവരത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ ലിസ്റ്റ് അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗർഭിണികളുടെ, മുലയൂട്ടുന്നവരുടെ, അതെല്ലാം ഇങ്ങനെ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ജോലി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് സാർ ഇവർക്കൊരു 21,000 രൂപയെങ്കിലും ശമ്പളമായിട്ട്, അത് ഓണറേറിയമാണ് സാർ, അതൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഓണറേറിയം എന്നുള്ളത് ശമ്പളമാക്കി മാറ്റണം. അവരെ പെൻഷനാണെങ്കിൽ 2500 രൂപ വർക്കർക്കും 1500 രൂപ ഹെൽപ്പർക്കുമാണ് കിട്ടും. തുച്ഛമായ തുകയാണ് സാർ, അത് വർദ്ധിപ്പിക്കണം. അത് മാത്രമല്ല സാർ, 2023 മാതൃഭൂമി വാർത്തയുണ്ട് സാർ, 2023 പിരിഞ്ഞവർക്ക് ഇതുവരെ 23 അംഗനവാടി വിരമിച്ച അംഗനവാടി ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ മുടങ്ങി. പെൻഷൻ തുച്ഛം, അതുപോലും കിട്ടുന്നില്ല സാർ. അവർക്ക് ഈ 40 വർഷക്കാലമൊക്കെ ജോലി ചെയ്തിട്ട് വിരമിച്ചതിന് ശേഷം ഒരു ആനുകൂല്യം കിട്ടാതെ ഈ പാവങ്ങളെ പറഞ്ഞു വിടുകയാണ് സാർ. സാർ, ഇത് ക്ഷേമനിധി പെൻഷനാണ്, ഇവർ 500 രൂപ വെച്ച് അടയ്ക്കുന്നതാണ്. അതിന് ക്ഷേമനിധിക്കാരത്ത് അന്വേഷിക്കുമ്പോൾ പറയുന്നത് ഫണ്ട് വരട്ടെ എന്നിട്ട് തരാമെന്നാണ്. സാർ, ഇത് എവിടുന്ന് വരാനാ? ഇതെങ്ങൊന്നും വരാനല്ലല്ലോ. ഇവർ അംശാദായമായി അടച്ച അവരുടെ ക്ഷേമനിധിയിൽ നിന്നും അവർക്ക് കൊടുക്കേണ്ട റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, അതും ശ്രീ ഉമ്മൻചാണ്ടിയാണ് 10,000-ഉം 15,000-ഉം ആയിട്ട് ആദ്യമായിട്ട് തീരുമാനിച്ചത്. ആ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സും കിട്ടുന്നില്ല, ക്ഷേമനിധിയുടെ മറ്റ് ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. മുമ്പ് 2 പെൻഷൻ ഉണ്ടായിരുന്നു, ക്ഷേമനിധി പെൻഷനും സാമൂഹ്യ പെൻഷനും കിട്ടുമായിരുന്നു. ഇപ്പോൾ അതും നിർത്തലാക്കിയിരിക്കുകയാണ്. സാർ, അടിയന്തരമായി ബഹുമാനപ്പെട്ട മന്ത്രി, സഭ ഇവർക്ക് ഈ 23 ശേഷം വിരമിച്ചവർക്കുള്ള റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കൊടുക്കണം. സാർ, മറ്റൊരു പ്രശ്നം ഗ്രാറ്റുവിറ്റിയാണ്. സാർ, ഇവർ സുപ്രീം കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ നിന്ന് ഇവർക്ക് അനുകൂലമായി വിധി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ ഇവർ നടപ്പിലാക്കാൻ വേണ്ടി സമീപിച്ചു. ഹൈക്കോടതി സർക്കാരിനോട് പരിഗണിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഹിയറിംഗ് നടത്തി. സാർ, ഹിയറിംഗ് നടത്തിയതിന് ശേഷം സർക്കാർ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് ദൗർഭാഗ്യകരമാണ്. ഇവർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. സാർ, എന്തുകൊണ്ടാണ് സാർ സുപ്രീം കോടതി പോലും അനുകൂലമായ ഒരു തീരുമാനം എടുത്തൊരു കാര്യത്തിൽ, ഹൈക്കോടതി സർക്കാരിനോട് പരിഗണിക്കാൻ പറഞ്ഞൊരു കാര്യത്തിൽ ഇവർക്ക് ഗ്രാറ്റുവിറ്റി നിഷേധിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാർ? സാർ, അതുകൊണ്ട് സാർ ഞാൻ അവസാനിപ്പിക്കാം. സാർ, അതുകൊണ്ട് ഇവർ ഇപ്പോൾ പോഷൻ ട്രാക്കർ, ഞാൻ അതുകൂടെ പറയാം സാർ, ഇവരെല്ലാം ഈ 40, 45, 50 വയസ്സുള്ള സഹോദരിമാരാണല്ലോ. ഇവർ അവർക്കൊരു ഫോൺ സർക്കാർ കൊടുത്തു, ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല. ഇവർ സ്മാർട്ട് ഫോൺ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഈ പോഷൻ ട്രാക്കറിനകത്ത്
ഓരോന്നും അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു IT അധിഷ്ഠിതമായ പ്രവർത്തനമാണ് ഇവർ ചെയ്യേണ്ടത്. ഇതിങ്ങനെ ആപ്പിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു മാസം 11 രജിസ്റ്ററാണ് ഇവർ ശരിയായി സൂക്ഷിച്ച് ഡിപ്പാർട്ട്മെന്റിനെ സമർപ്പിക്കേണ്ടത്. സാർ, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇവർക്ക് ഈ 13,000 രൂപ എന്നുള്ളത് തുച്ഛമായ ശമ്പളമാണ്, ശമ്പളം ഓണറേറിയമാണ്. സാർ, അതടക്കം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അനുകൂലമായ നടപടി സർക്കാരിൽ നിന്നുണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യ ശിശു വികസന മന്ത്രി. സർ, നമ്മുടെ സംസ്ഥാനത്ത് അംഗനവാടി പ്രവർത്തകരും അതോടൊപ്പം തന്നെ ആശമാരുൾപ്പെടെയുള്ളവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ സമൂഹ നിർമ്മിതിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ വളരെ ശ്ലാഘനീയമാണ് സർ. അതെത്ര പറഞ്ഞാലും അതിന് അത്രയും വിലമതിക്കുന്നതാണ്. ഇവിടെ അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ അത്രയും പ്രാധാന്യത്തോടെയാണ് ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ കാണുന്നത്. സർ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അംഗനവാടി പ്രവർത്തകർക്ക് ഓണറേറിയം അനുവദിക്കുന്നത്. നിലവിൽ 60-40 അനുപാതത്തിലാണ് അംഗനവാടി 60 കേന്ദ്ര വിഹിതവും 40 സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും ഓണറേറിയം നൽകി വരുന്നത്. അംഗനവാടി വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 4,500 രൂപയും ഹെൽപ്പർമാർക്ക് 2,250 രൂപയുമാണ് പ്രസ്തുത അനുപാതത്തിൽ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത്. സർ, കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഓണറേറിയത്തിന് പുറമെ അംഗനവാടി വർക്കർ ഹെൽപ്പർമാർക്ക് കേരളത്തിൽ സംസ്ഥാന സർക്കാർ അധിക തുക ഓണറേറിയമായി നൽകി വരുന്നുണ്ട്. അതിൻ പ്രകാരമാണ് സർ 12,000 രൂപ ഓണറേറിയത്തിൽ 9,300 രൂപയും മിനി അംഗനവാടി വർക്കറുടെ 11,000 രൂപയിൽ 8,900 രൂപയും ഹെൽപ്പറുടെ 8,000 രൂപയിൽ 6,650 രൂപയും സംസ്ഥാന സർക്കാർ അധികമായി നൽകി വരുന്നത്. സർ, അതുകൂടാതെ സംസ്ഥാനത്തെ അംഗനവാടികളിൽ 10 വർഷത്തിൽ താഴെ സേവന കാലയളവുള്ള അംഗനവാടി പ്രവർത്തകർക്ക് 500 രൂപയും 10 വർഷത്തിലധികം സേവന കാലയളവുള്ള അംഗനവാടി പ്രവർത്തകർക്ക് 1,000 രൂപയും വീതം 1/12 ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ 1/12/2023 പ്രാബല്യത്തിൽ പ്രതിമാസ ഓണറേറിയത്തിൽ വർധനവ് അനുവദിച്ചിട്ടുണ്ട്. മേൽവിവരിച്ച തരത്തിൽ ഒരു അംഗനവാടി വർക്കർക്ക് 13,000 രൂപയും ഹെൽപ്പർക്ക് 9,000 രൂപയും നിലവിൽ ഓണറേറിയമായി ലഭിക്കുന്നുണ്ട്. ഇതിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന 4,500 രൂപയിൽ 40%, സാർ നേരത്തെ പറഞ്ഞ 4,500-ൽ 40% വീണ്ടും സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്. ഇത്തരത്തിൽ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അംഗനവാടി പ്രവർത്തകർക്ക് ഇവിടെ മെച്ചപ്പെട്ട സേവനമാണ് സാർ നൽകുന്നത്. പക്ഷേ ഈ നമ്മുടെ സംസ്ഥാനത്ത് 33,115 അംഗനവാടികളിൽ നിന്നും ആകെ 29,262 അംഗനവാടി വർക്കർമാരും 25,868 ഹെൽപ്പർമാരും ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുണ്ട്. സാർ, അംഗനവാടി വർക്കർമാരിൽ നിന്നും 500 രൂപയും അംഗനവാടി ഹെൽപ്പർമാരിൽ നിന്നും 250 രൂപയും പ്രതിമാസം ക്ഷേമനിധി വിഹിതമായി ശേഖരിക്കുന്നുണ്ട്. 1/4/2021 മുതൽ പ്രാബല്യത്തിൽ വിരമിച്ച 9,582 അംഗനവാടി വർക്കർമാർക്ക് പ്രതിമാസം 2,500 രൂപ നിരക്കിലും 10,047 അംഗനവാടി ഹെൽപ്പർമാർക്ക് 1,500 രൂപ നിരക്കിലും ആകെ 19,629 പേർക്ക് ആണ് പ്രതിമാസം 3,90,25,500 രൂപ പ്രതിമാസ പെൻഷനായി നൽകി വരുന്നത്. സർ, അംഗനവാടികളിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് ക്ഷേമനിധിയിൽ നിന്നും അവർ ക്ഷേമനിധിയിലേക്ക് അടച്ച തുകയും അടച്ച തുകയുടെ 8% പലിശയും സർക്കാർ വിഹിതം 20% ചേർന്ന് ആകെ തുകയായ ക്ഷേമനിധി ആനുകൂല്യവും അംഗനവാടി വർക്കർക്ക് 15,000 രൂപയും ഹെൽപ്പർക്ക് 10,000 രൂപയും വിരമിക്കൽ ആനുകൂല്യമായും നൽകി വരുന്നുണ്ട്. സർ, വിരമിക്കൽ ആനുകൂല്യം അനുവദിക്കുന്നതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നത് അംഗനവാടി പ്രവർത്തകരുടെ പ്രതിമാസ വിഹിതത്തിൽ നിന്നും ആയതിന് ആനുപാതികമായി ലഭിക്കുന്ന സർക്കാർ വിഹിതത്തിൽ നിന്നും സ്ഥിര നിക്ഷേപങ്ങളിൽ നിന്നും ലഭിക്കുന്ന പലിശയിൽ നിന്നും മാത്രമാണ്. എന്നാൽ ഓരോ വർഷവും വിരമിക്കുന്ന പ്രവർത്തകരുടെ എണ്ണം വർദ്ധിക്കുകയും വിഹിതം അടയ്ക്കുന്നവരുടെ എണ്ണം സ്ഥിരമായി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന ചെലവ് ബോർഡിന് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സാർ, ഇതിനെ അഡ്രസ്സ് ചെയ്യാനാണ്, ഇതിനൊരു ഇപ്പോഴുള്ള ഒരു പരിഹാരമല്ല, അതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകണമെന്നുള്ളതാണ് സർക്കാർ കാണുന്നത്. ധനവകുപ്പുമായി ഇക്കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതിനായി നിലവിൽ ക്ഷേമനിധി ബോർഡിന്റെ പക്കലുള്ള ഫണ്ട് അതിന് അപര്യാപ്തമായതിനാലാണ് ഈ കാലതാമസം ഉണ്ടാകുന്നത്. സർ, ഈ സാമ്പത്തിക വർഷം സർക്കാർ വിഹിതമായി 1,80,00,000 രൂപ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. സർ, 1/9/2009 മുതലാണ് അംഗനവാടി പ്രവർത്തകർക്ക് പെൻഷൻ അനുവദിച്ച് നൽകി തുടങ്ങിയത്. ആരംഭത്തിൽ വർക്കർക്ക് 500 രൂപയും ഹെൽപ്പർക്ക് 300 രൂപ ക്രമത്തിലുമാണ് പെൻഷൻ അനുവദിച്ചിരുന്നത്. അത് 22/4/2017 ഉത്തരവ് പ്രകാരം 1/6/2014 പ്രാബല്യത്തിൽ പെൻഷൻ യഥാക്രമം 1,000 രൂപയും 600 രൂപയുമായി വർദ്ധിപ്പിച്ചു. അതായത് യഥാക്രമം 200 രൂപയും 100 രൂപയുമാണ് അംഗനവാടി ജീവനക്കാരുടെ വിഹിതമായി സ്വീകരിച്ചിരുന്നത്. തുടർന്ന് 9/12/2019 ഉത്തരവ് പ്രകാരം 1/2/2020 പ്രാബല്യത്തിൽ പെൻഷൻ 2,000 രൂപയും 1,200 രൂപയുമായി വർദ്ധിപ്പിച്ചു. യഥാക്രമം 500 രൂപയും 250 രൂപയുമാണ് അംഗനവാടി ജീവനക്കാരുടെ വിഹിതമായി സ്വീകരിച്ചിരുന്നത്. വീണ്ടും 26/2/2021 ഉത്തരവ് പ്രകാരം 1/4/2021 പ്രാബല്യത്തിൽ 2,500 രൂപയും 1,500 രൂപയുമായി പെൻഷൻ വർദ്ധിപ്പിച്ചു. വിഹിതത്തിൽ എന്നാൽ മാറ്റമില്ല. ഇത്തരത്തിൽ കഴിഞ്ഞ 8 വർഷങ്ങൾക്കുള്ളിൽ വർക്കർമാർക്ക് 2,000 രൂപയുടെയും ഹെൽപ്പർമാർക്ക് 1,200 രൂപയുടെയും പെൻഷൻ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായി ക്ഷേമനിധിയിലേക്ക് ജീവനക്കാരിൽ നിന്നുള്ള വിഹിതവും സർക്കാർ വിഹിതവും കൂട്ടിച്ചേർത്ത് പെൻഷൻ നൽകി വരുമ്പോഴും പ്രതിമാസ പെൻഷൻ വിതരണത്തിലെ ചെലവിലെ അന്തരം നിലനിൽക്കുന്നുണ്ട്. സാർ,
അതുകൊണ്ടാണ് അത് അഡ്രസ്സ് ചെയ്യുന്നത് സർക്കാർ. വനിതാ ശിശു വികസന വകുപ്പും ധനവകുപ്പും ഒന്നിച്ചാണ് ഈ വിഷയം അഡ്രസ്സ് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് ഈ കുടിശ്ശിക ഉൾപ്പെടെയുള്ളത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത്. സർ, അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ കൂടി അത് ത്വരിതഗതിയിൽ അത് നടക്കുന്നുണ്ട് സാർ. അതാണ് ഒന്നാമത്തെ പ്രയോറിറ്റിയായി വകുപ്പ് ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം അതാണ് സാർ. എന്നാൽ ഈ നിലവിലുള്ള ജീവനക്കാരുടെ ഓണറേറിയം വിതരണത്തിലും കാലാനുസൃതമായ വർധനവ് നൽകുന്നതിലും അത് നൽകണമെന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. അതിൽ അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് സാർ. ഒരു കാര്യം കൂടി, അംഗനവാടി പ്രവർത്തകർക്ക് നിശ്ചയിച്ചിട്ടുള്ള ഈ പ്രവർത്തികൾ കൂടാതെ അധികമായി നൽകുമ്പോൾ അത് കൂടിയാലോചനകളിലൂടെ നൽകണമെന്നുള്ളതാണ്. അതിൽ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ വലിയ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സർ. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് പുതുതായി ഇൻസിസ്റ്റ് ചെയ്ത ഗൈഡ് ലൈൻ പ്രകാരമാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ അവർ പറഞ്ഞിരിക്കുന്നതാണ്. എന്നാൽ അതിനനുസരിച്ചിട്ട് ഇവർ അവരുടെ വിഹിതം കൂട്ടിത്തരുന്നുമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർ. സെൻട്രൽ ഗവൺമെൻറ് പോഷൻ ട്രാക്കർ എന്ന പോർട്ടലിലേക്കാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പരമാവധി ഓരോ വിഭാഗങ്ങളും, അതായത് അംഗനവാടിക്കാർ ചെയ്യേണ്ട കാര്യം എന്ത്, ആശമാർ ചെയ്യേണ്ട കാര്യം എന്ത്, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യേണ്ടത്, ആ രീതിയിലേക്ക് ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ആണ് നമ്മൾ താഴെ തട്ടിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ആ രീതിയിൽ കൂടുതൽ ശക്തമായി അതൊരു നിരീക്ഷിക്കുകയും ചെയ്യാം സാർ. ചോദ്യത്തിന് മുമ്പ് മന്ത്രി ആ കാര്യത്തിൽ പോസിറ്റീവായി എടുത്തു. കാരണം ഇവർക്ക് എന്തെല്ലാം ജോലികൾ കൊടുക്കാമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യവസ്ഥ ഉണ്ടാകണമെന്നുള്ള കാര്യം മന്ത്രി പറഞ്ഞില്ലേ. എല്ലാ കാര്യങ്ങളും അതിലേക്ക് കൊണ്ടുപോകുന്നത് അത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ് സർ. അത് ഒരു ചോദ്യമാണ്, അത് 3 ആവശ്യങ്ങളാണ്. 1, അവരുടെ പെൻഷൻ ഉയർത്തണം. 2, ഈ ഓണറേറിയം എന്നുള്ളത് ശമ്പളമാക്കണം. 3, സുപ്രീം കോടതി തീരുമാനിച്ച അല്ലെങ്കിൽ കൊടുക്കാം എന്ന് പറഞ്ഞ ഗ്രാറ്റുവിറ്റി, അത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും എല്ലാം പറഞ്ഞാണ് അത് അനുവദിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകും. സാർ, ബഹുമാന്യനായ അംഗം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ പരിഗണനയിലുള്ള വിഷയങ്ങളാണ്. ഇപ്പോൾ അടിയന്തരമായി ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇത് സംബന്ധിച്ചിട്ടുള്ള അന്തരം പരിഹരിച്ചുകൊണ്ട് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള, നമുക്ക് എന്നും അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ധനവകുപ്പുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾ സർക്കാരിൻ്റെ പരിഗണനയിലാണ് സാർ.